ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ പരിപാടി വളരെ കാഷ്വൽ വ്ളോഗാണ്. നമ്മുടെ എക്സിബിഷൻ നടക്കുവാണ്. ഷോപ്പിൽ ക്രിസ്മസ് സെലിബ്രേഷൻസ് വരാൻ പോവാണ്. സോ എക്സിബിഷൻ November 30 December 1 റാഡിസൺ ബ്ലൂ, കൊച്ചി, രാവിലെ 11 തൊട്ട് രാത്രി 9 മണി വരെ ആയിരിക്കും. സോ എല്ലാവരും വരണം. ഇതിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, നമ്മുടെ ഷോപ്പിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ട്, ഗോൾഡ് കോയിൻ ഗിവ് അവേ ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. സോ ഇന്ന് നമുക്ക് കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങണം. സോ വരുന്ന കുട്ടികൾക്കൊക്കെ പപ്പാനി ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അഡൽസിനും ഗിഫ്റ്റ്സ് ഉണ്ട്, പക്ഷെ കുട്ടികൾക്ക് പപ്പാനിയുടെ കൊടുക്കുന്ന ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങാനും കുറച്ച് ഡെക്കറേഷൻസ് വാങ്ങാനും നമ്മൾ ബ്രോഡ്വേയിലേക്ക് പോവാണ്. ബ്രോഡ്വേയിൽ ക്രിസ്മസ് ഫീവർ തുടങ്ങിയില്ലെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. ഇപ്പൊ ബർത്ത്ഡേ ആവും, 6 years ആവും. കൊറേ ആൾക്കാർ വരും വേദുവിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ, അറിയോ? ബിഗ് ബോയ് ആയി. മീശയൊക്കെ വന്നു. ഷേവ് ചെയ്യട്ടെ. അപ്പൊ എങ്ങോട്ടാ പാതിരാത്രി? ഇപ്പോഴാണല്ലോ നേരം വെളുത്ത്. ചൈനന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് നേരം. നമുക്ക് ടൈം സോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. സോറി, മനസ്സിലായല്ലോ എന്താ കാര്യം. അപ്പൊ എന്താ പരിപാടി? നമ്മുടെ എക്സിബിഷൻ വരികയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു. സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും കൊടുക്കണ്ടേ ഗിഫ്റ്റ്? അപ്പൊ ഗിഫ്റ്റ് വാങ്ങാനും പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഹാമ്പേഴ്സിൽ സാധനങ്ങൾ വെക്കാനും പിന്നെ നല്ല രസമല്ലേ കാണാൻ രാത്രി പോകുമ്പോ. പക്ഷെ എനിക്ക് ക്രിസ്മസ് സംഭവം ആയി കാണില്ല. നോക്കാം. പിന്നെ ഭയങ്കര ഭംഗിയാ, ഫുൾ ലൈറ്റ്. പിന്നെ പപ്പാനിക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്, പപ്പാനിക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്, പപ്പാനിക്ക് വലിയവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്. നമ്മുടെ എക്സിബിഷനിൽ വരുന്നവർക്ക് റാൻഡം ആയിട്ട് പപ്പാനി കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റും ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അല്ലാതെ റാൻഡം ആയിട്ട് നമ്മൾ ഒരു അനൗൺസ്മെന്റ് ചെയ്യും. അപ്പൊ ആ റാൻഡം ആയിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്ന വെച്ചാൽ, ഫോർ എക്സാമ്പിൾ വെള്ള സാരി എടുക്കുന്നവർക്ക് നമ്മുടെ കൗണ്ടറി വന്നു കഴിഞ്ഞാൽ ആദ്യമേ വരുന്നവർക്ക് ഗിഫ്റ്റ്. വെള്ള സ്ലൈഡ് കുത്തിക്കൊണ്ട് വന്നിരിക്കുന്ന 2 സ്ലൈഡ് കുത്തിക്കൊണ്ട് വന്നിരിക്കുന്ന കുട്ടി ഓടി വരൂ. അത് ആദ്യം വരുന്നവർക്കേ കിട്ടുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത്തവണത്തെ എക്സിബിഷൻ. മാല ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ലേഡി വരൂ. മമ്മി ഇപ്പൊ ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ അത് പറയില്ല കേട്ടോ. ഞങ്ങൾ എക്സാമ്പിൾ പറഞ്ഞതാ. എന്തിനാ ഇതൊക്കെ പറയുന്നേ? ഇതൊന്നും ആർക്കും അറിയില്ല. ഞങ്ങൾ ഇവിടെ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ക്രിസ്മസ് കണ്ട എല്ലാം പൊളിഞ്ഞു. പോ കണ്ടാ, ജെഫി അങ്കിളാന്ന് ക്രിസ്മസ് ഫാദർ. മീച്ച ആണോ? എന്നാ ബാ. അവനെ കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു, ക്രിസ്മസ് ഫാദർ ബൈക്കിലൊന്നും വരില്ല, വാച്ച് ഒന്നും ഇല്ലാതെ ജെഫി അങ്കിളാണ്. ഈ ബ്രോഡ്വേ ഉണ്ടല്ലോ പ്രിയ, ശരിക്കും ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ആക്കി എന്തായിരിക്കും അല്ലേ? എറണാകുളത്ത് വേറെ ഒരു സ്ഥലവും ഇല്ല ഇതുപോലെ ആക്കാൻ പറ്റിയത്. അത് ഫുൾ ടൈം ഓപ്പണും ആയിരിക്കണം. ഫുൾ ടൈം ഓപ്പൺ അതല്ല, ലേറ്റ് നൈറ്റ് വരെ ഓപ്പൺ ചെയ്തിട്ട് ഫുഡ് സ്ട്രീറ്റ് ഉണ്ടാവണം. ഇതിനോട് അതേ പറഞ്ഞത്, ഇവിടെയൊക്കെ ഷോപ്പിങ്ങും ഒരു എൻഡിലാകുമ്പോ ഫുഡ് സ്ട്രീറ്റും ആയി കഴിഞ്ഞാൽ ബെസ്റ്റ് ആയേനെ. ഇതൊക്കെ നല്ലതായിരിക്കും. പപ്പാനിക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? ഇങ്ങനെ പൊട്ടിക്കാനും ചെയ്യാം. ചെറിയ ബാഗ്സും ആണ്. കുട്ടികൾ എന്തായാലും ഹാപ്പിയോ ഇതൊക്കെ കിട്ടുമ്പോ. ഇങ്ങനത്തെ എടുക്കാം. പപ്പാനി റെഡി ആയിട്ടില്ല. ജെഫ്രിനെ പിടിച്ചെടുത്തേണ്ടി വരും. അതേ നടക്കുള്ളൂ. ജെഫ്രിനെ കഴിഞ്ഞ് വേറെ ആരും ആപ്റ്റ് ആവൂല. ആ ബോഡിക്ക് ഒരു പപ്പാനിയുടെ ഒരു ഇത് വേണം. ജെഫ്രിനാ കറക്റ്റ്. വിളിച്ചു പറ ഫുൾ ടൈം 2 ദിവസം പപ്പാനി അവിടെ ഷൈൻ ചെയ്ത് വരുന്നത് തന്നെ പെമ്പിളരെ ലൈൻ അടിക്കാനാ. എന്നിട്ട് എനിക്ക് പപ്പാനിയുടെ ഡ്രസ്സും കൂടി ഇട്ട് എന്റെ മുഖം കാണണ്ടേന്ന് പറയും. ഇനി ബോയ്സിനുള്ളതും കൂടെ വാങ്ങണം കേട്ടാ. പ്രിയ എല്ലാ ഈ ഗേൾസ് കുട്ടികൾക്കുള്ളതാണ് വാങ്ങുന്നത് കേട്ടാ. പപ്പാനിയുടെ ഗിഫ്റ്റ്. ഇവിടെ ചൈനയുടെ ഓർമ്മയ്ക്ക് വേണമെങ്കിൽ പാൻറ് കൊടുക്കാം. ചൈനയുടെ ആണല്ലോ പാൻറ് അല്ലേ? ഇതെടുക്കണേ. അത് ബോയ്സും ഗേൾസും എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ഡ്രസ് ഇട്ടത് അത് പക്ഷേ കൊള്ളില്ല. പാൻറ് എടുക്ക്, പാൻറ് നല്ലതാ. ഇതും നല്ലതല്ലേ, ടൈഗറിന്റെ. അതും നല്ലതാ. ഞാൻ പറഞ്ഞേ അവന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഫ്രണ്ട്സിന് വരുമ്പോ റിട്ടേൺ ഗിഫ്റ്റ് വല്ലതും കൊടുക്കണം. അപ്പൊ അവൻ എന്നോട് പറയണേ, അതെന്തിനാ, എന്റെ അല്ലേ ബർത്ത്ഡേ, എനിക്കല്ലേ ഗിഫ്റ്റ് തരണ്ടേ, അവർക്ക് എന്തിനാ കൊടുക്കണേ? എന്തായാലും പാൻറ് എടുത്തോ. ഒരെണ്ണം എടുക്കാൻ പറയാം. ഒരെണ്ണേ ഉള്ളൂ, ലക്കി ഗേളിന് കിട്ടും. പോ പെട്രോളാ. വേദനല്ല, ഇത് ഗിഫ്റ്റ് കൊടുക്കാനാ. ചേസ് ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഉണ്ടോന്ന് നോക്ക്, ചിലപ്പോ കാണും. വേദു ലക്കിയായി. മറ്റേ ആ പിങ്കിന്റെ പേരെന്താ? ഡോഗിന്റെ പേര്? ആ ഗേൾ ഡോഗ് പോ പെട്രോളിന്റെ മറന്നുപോയി. ഓക്കെ, ഇതിന്റെ പേര്? ഇത് വേദുനാ? ഒരു ജിറാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
എടുക്കുന്നുണ്ടോ ആ ജിറാഫ്? അതുകൊണ്ട് ഓക്കെ. പനിയുടെ ബാഗ് നിറയുള്ള ആയിക്കോട്ടെ പ്രിയ. ദേ നോക്ക്, കുട്ടികൾ ഗോൾഡ് അടിക്കും എക്സിബിഷന്. ഈ വലിയവർക്ക് വാങ്ങണ്ടേ? ഏതോ വലിയവർക്ക് വേണ്ടേ? ആ വലിയവർക്ക് മറ്റേ കേക്ക് എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? ലക്കി ഡ്രോയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് നല്ല നല്ല ബേക്കറി നല്ല പ്ലം കേക്ക് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗിഫ്റ്റ്സ് ആയിരിക്കും. അതെ, ഞങ്ങളുടെ ഫേവറേറ്റ് അല്ലേ? ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലത്ത് ഈ ഐഡിയ നമുക്ക് നേരത്തെ തോന്നായിരുന്നു അല്ലേ? അതിനെല്ലാത്തിനും സമയമുണ്ട് ദാസ, അതാണ് ഇപ്പോഴത്തെ സമയം. പ്രിയ എല്ലാം ഗേൾസിന് എടുക്കുന്ന കേട്ടാ, അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ബോയ്സ് വരുമ്പോ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ചോക്ലേറ്റ്സ് കുറച്ച് വാങ്ങി വെക്കണം പപ്പാനിയുടെ. പിന്നെ ഇതൊക്കെ കുത്താൻ പറ്റുമോ? ഇല്ല, ഗേൾസിന് ഓപ്ഷൻസ് കൂടുതലുണ്ട്. അതാ എടുക്ക്. ബോയ്സ് ഞാൻ എന്ത് ചെയ്യും? കണ്ട, ബോയ്സ് ആണ് കൂളെന്ന്. അതെ, നിനക്ക് ഞാനിത് കെട്ടിത്തരാ തലയില്. ഇനി എന്നെ കുറ്റം പറയരുത്. എന്തേ? ബോയ്സിന് നല്ല സാധനം. അതെല്ലാം ആശാൻ അടിച്ചോണ്ട് പോകാതിരുന്നാ മതി. മാസ്ക് വീക്ക്നെസ്. ശാശയുണ്ട്, ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്, അയൺമാനും ഉണ്ട്. പോരെ? അപ്പൊ പൊളിച്ചു. ഇത് ശരിക്കും ഒരു പപ്പാനി വന്ന ഫീലിംഗ് ആയിരിക്കും അല്ലേ? പക്ഷെ കുട്ടികള് വരണോട്ടോ, ഇത്രയും വാങ്ങിച്ചിട്ട്. അതെ, ഞാൻ എന്ത് ചെയ്യും? ഇത്രയും ഷോപ്പിലേക്ക് വെക്കാം നമുക്ക്, ഓരോ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. എക്സിബിഷൻ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം. ഫുഡ് ഉണ്ടല്ലോ, കുട്ടികളെ സ്പെഷ്യലി കൊണ്ടുപോകും. അതെ, ഇവിടെ എക്സിബിഷനും റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ടോയ്സ് വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ടോയ്സും വേദുവാ വാങ്ങി പൊട്ടിച്ച് ഉപയോഗിക്കുന്ന കേട്ടാ. കണ്ടോ, എക്സിബിഷന് എല്ലാവർക്കും ഗിറ്റാർ വെച്ച് പാട്ട് പാടി കൊടുക്കണം കേട്ടല്ലോ, കേട്ടോ. ഇത് CK മാത്യുവൻസ് അടുത്തുള്ള ഷോപ്പാണ്. ഇവിടെ ക്രിസ്മസിന്റെ മൊത്തം സാധനമാണ്. സോ എനിക്കൊന്ന് പ്രിയക്ക് ആർക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. അതിനു വേണ്ടി പാടുന്ന പപ്പാനി അല്ല, കുറച്ച് പപ്പാനിയും ക്രിസ്മസ് തീമിലുള്ള സാധനങ്ങൾ വാങ്ങാനാണ് പ്രിയ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ കയറിയാ ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും. ഇത് കൊള്ളാം അല്ലേ? ഇത് ഷോപ്പിലേക്ക് കിട്ടാൻ അടിപൊളിയായിരിക്കില്ലേ? ഹോട്ട് എയർ ബലൂൺ പപ്പാനി ഞാൻ എനിക്ക് തോന്നി ഞാൻ വെളിയിലേ പറഞ്ഞു. നമ്മുടെ ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബർ അന്തുവിന്റെ ഫ്രണ്ടാ. കണ്ട് സംസാരിച്ച്. അന്തുവിന്റെ ഫ്രണ്ട്. ഞാൻ ചിന്മയില്ല. അന്തുവിന്റെ ഫ്രണ്ട് പിന്നെ ലോകം ഒട്ടൊക്കെ ഉണ്ടല്ലോ. ബ്രോഡ്വേ വന്നാ പറയണ്ടല്ലോ പിന്നെ അന്തുവിന്റെ രാജ്യമാണിത്. ഇപ്പൊ അന്തു പറയും വിളിച്ചിട്ട് വന്നൂടായിരുന്നോ, ഞാൻ എല്ലാം സെറ്റ് ചെയ്തായിരുന്നു ഇവിടെ. ശരി ശരി. അപ്പൊ ഇവിടെ കുറേ ക്രിസ്മസ് ഐറ്റംസ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഒരു യൂറോപ്പിൽ പോയ ഫീലിംഗ് ഉണ്ട്. നമ്മൾ അല്ലേ, ഒരു യൂറോപ്പിൽ പോയ ഫീലിംഗ് ഉണ്ട്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഇങ്ങനത്തെ ഒരു ഷോപ്പ് ബ്രോഡ്വേയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ സാധാരണ മറ്റേ ഡെക്കറേഷൻസ് ഹാങ്ങിങ്സും അല്ല, ഇതുപോലെ ഡിക്കോറും ഡെക്കറേഷൻസും. സോ പ്രിറ്റി ക്യൂട്ട്. ഞാൻ സെലിബ്രിറ്റി ഹാമ്പറിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങാനാണ് ഇവിടെ വന്നത്. എന്ത് ഭംഗിയുള്ള ക്യൂട്ട് സാധനങ്ങളറിയാം. ഓക്കെ ഗൈസ്, സോ ഒരു ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് ബാക്ക് ടു അവർ ഹോം. വീണ്ടും എല്ലാവരും എക്സിബിഷൻ ഇൻവൈറ്റ് ആണ്. November 30 ആൻഡ് December 1 നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഗിഫ്റ്റ്സ് സാന്റാക്ലോസ് കൊടുക്കുന്നതായിരിക്കും. അഡൽസിന് എല്ലാ 1 hour അല്ലെങ്കിൽ എല്ലാ 2 hours കൂടുമ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അവന് ഇത് പ്രൂവ് ചെയ്യണം, ഇത് സാന്റാക്ലോസ് അല്ല, സാന്റാക്ലോസ് അല്ല. പോയിക്കേ, വീട്ടിൽ പോയിക്കേ. മതി പോയിക്കേ, എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആക്കാൻ. അത് മാത്രമല്ല, നമ്മുടെ ബമ്പർ പ്രൈസ് മറക്കണ്ട. നമ്മള് 1/2 പവന്റെ 2 കോയിൻ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇൻസ്റ്റെഡ് ഓഫ് 1 പവന്റെ ഗോൾഡ് കോയിൻ. സോ അത് നിങ്ങൾ 7,000 രൂപയ്ക്ക് എക്സിബിഷന്റെ അന്നും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ December 1 തൊട്ട് January 1 വരെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലക്കി ഡ്രോ കൂടെ നമ്മൾ ഈ ഗിഫ്റ്റ് ഗോൾഡ് കോയിൻസ് തരുന്നതായിരിക്കും. സോ 2 ഭാഗ്യശാലികൾക്ക് 1/2 പവൻ വെച്ച് ഗോൾഡ് കോയിൻ കിട്ടും. നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സിബിഷൻ നടക്കുമല്ലേ, കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്താമെന്ന് വിചാരിച്ചിട്ടാണ്. സോ എല്ലാവരും വരണം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങളറിയാവുന്ന, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ സ്ട്രെങ്ത്. സോ നിങ്ങളറിയാവുന്ന എല്ലാവരുടെ അടുത്തേക്കും ഇത് ഷെയർ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ പറ്റുമെങ്കിൽ സ്റ്റോറി ആയിട്ട് ഇടണം. ആൻഡ് നമുക്ക് എക്സിബിഷൻ അടിച്ചു പൊളിക്കാം. സോ വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു എന്റർടൈൻ ആൻഡ് 100% ഷുവർ പ്രൊഡക്ട്സ് ആർ ഗോയിങ് ടു ബി ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷേ അതിൻ്റെ കൂടെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം നിങ്ങൾ എന്റർടൈൻ ചെയ്യാനും വിൽ ട്രൈ ടു ക്രിയേറ്റ് എ പ്രോപ്പർ ഫെസ്റ്റീവ് ഫൺ അറ്റ്മോസ്ഫിയർ ഫോർ അവർ എക്സിബിഷൻ. ഓക്കെ, സോ എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.